ഭരണഘടനയുടെ 142 അനുച്ഛേദ പ്രകാരമുള്ള പ്രത്യേക അധികാരം ഉപയോഗിച്ചുകൊണ്ടാണ് പോക്സോ കേസിലെ പ്രതിയുടെ ശിക്ഷ നടപ്പാക്കുന്നത് സുപ്രീം കോടതി ഒഴിവാക്കിയത്. പശ്ചിമ ബംഗാളിൽ നിന്നുള്ള ഒരു പോക്സോ കേസിലാണ് സുപ്രീം കോടതിയുടെ സുപ്രധാനമായ ഈ ഇടപെടൽ ഉണ്ടായത്. 24 വയസ്സുണ്ടായിരുന്നപ്പോൾ കൗമാരപ്രായത്തിലുണ്ടായിരുന്ന ഒരു പെൺകുട്ടിയുമായി പ്രണയബന്ധത്തിലേർപ്പെട്ട യുവാവിനെതിരായിട്ടായിരുന്നു പോക്സോ കേസ് രജിസ്റ്റർ ചെയ്തിരുന്നത്. പ്രണയബന്ധത്തിനിടെ ഇരുവരും തമ്മിൽ ലൈംഗിക ബന്ധത്തിലേർപ്പെട്ടിരുന്നു. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയുമായി ലൈംഗിക ബന്ധത്തിലേർപ്പെട്ടതിന് ചുമത്തപ്പെട്ട പോക്സോ കേസിൽ യുവാവിന് 20 വർഷത്തെ തടവ് ശിക്ഷയാണ് വിചാരണ കോടതി വിധിച്ചിരുന്നത്. എന്നാൽ കൽക്കട്ട ഹൈക്കോടതി ഈ ശിക്ഷ റദ്ദാക്കിയിരുന്നു. കൽക്കട്ട ഹൈക്കോടതി പുറപ്പെടുവിച്ച ഉത്തരവിൽ ചില വിവാദ പരാമർശങ്ങളും ഉൾപ്പെട്ടിരുന്നു. കൗമാരക്കാരായ പെൺകുട്ടികൾ തങ്ങളുടെ ലൈംഗികമായ തൃഷ്ണ അടക്കി വെക്കണമെന്നായിരുന്നു കൽക്കട്ട ഹൈക്കോടതിയുടെ വിവാദ പരാമർശങ്ങളിലൊന്ന്. കൽക്കട്ട ഹൈക്കോടതിയുടെ വിവാദ ഉത്തരവിനെതിരെ സുപ്രീം കോടതി സ്വമേധയാ കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. കൽക്കട്ട ഹൈക്കോടതി ഉത്തരവ് റദ്ദാക്കിയ സുപ്രീം കോടതി പോക്സോ കേസിൽ യുവാവ് കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയിരുന്നു. എന്നാൽ ശിക്ഷ നടപ്പാക്കുന്നതിന് മുമ്പ് യുവതിയുടെ ഭാഗം കേൾക്കുവാൻ വേണ്ടി കോടതി തീരുമാനിച്ചിരുന്നു. കാരണം ഈ യുവതിയെ ആ സമയം യുവാവ് വിവാഹം ചെയ്തിരുന്നു. തുടർന്ന് പശ്ചിമ ബംഗാൾ സർക്കാരിനോട് ഒരു വിദഗ്ധ സമിതി രൂപീകരിച്ച് യുവതിയുടെ വാദം കേൾക്കുവാനായിരുന്നു കോടതി നിർദ്ദേശിച്ചിരുന്നത്. പശ്ചിമ ബംഗാൾ സർക്കാർ രൂപീകരിച്ച വിദഗ്ധ സമിതിക്ക് മുമ്പാകെ യുവാവിന് അനുകൂലമായ നിലപാടാണ് യുവതി സ്വീകരിച്ചിരുന്നത്. തുടർന്ന് ബംഗാൾ സർക്കാർ നൽകിയ റിപ്പോർട്ട് പരിഗണിച്ചുകൊണ്ടാണ് ഇപ്പോൾ സുപ്രീം കോടതി തങ്ങളുടെ പ്രത്യേക വിവേചനാധികാരം ഉപയോഗിച്ചുകൊണ്ട് ഈ ശിക്ഷ നടപ്പാക്കുന്നത് ഒഴിവാക്കിയത്.